ദിവസം, ഒരു മാസം, 30 കോടിയുടെ റെയ്ഡ്, 5000-ത്തിലധികം പേർ ജയിലിൽ. ഒരുപക്ഷെ രാജ്യം കണ്ടിട്ടുള്ള, നമ്മൾ സിനിമകളിൽ മാത്രം കാണുന്ന, സിനിമകളിലും അങ്ങനെ കണ്ടിട്ടില്ല, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് കടന്നുപോയത്. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ 30 ദിവസക്കാലം കൊണ്ട് വളരെ വലിയ വേട്ടയാണ് നടത്തിയത്. ഈ 30-ാം ദിവസത്തിൻ്റെ പ്രാധാന്യം വെച്ചുകൊണ്ട് ഇന്ന് പെരുമ്പാവൂരിൽ വലിയ ഘോഷയാത്രയും വലിയ പരിപാടികൾ നടക്കുകയാണ്. പരസ്യമായി റോഡിലിരുന്നും ഗാർഡനിലിരുന്നും ബസ് സ്റ്റാൻഡിലിരുന്നും കഞ്ചാവ് വലിക്കുന്ന ഒരു സ്ഥലമായി പെരുമ്പാവൂർ മാറിക്കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ പെരുമ്പാവൂരിൽ താമസിക്കുന്നത്. പെരുമ്പാവൂരിൻ്റെ ജനങ്ങളെക്കാൾ കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ആ മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ജോലി ചെയ്യുന്ന മഹാഭൂരിപക്ഷം പേരും താമസിക്കുന്നത് പെരുമ്പാവൂർ മേഖലയിലാണ്. പെരുമ്പാവൂർ മേഖലയിൽ നിന്നാണ് പലർക്കും ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ പെരുമ്പാവൂരിൽ നിന്ന് വലിയ ഘോഷയാത്രയും പിന്നെ അതുപോലെ തന്നെ വലിയ പ്രതിരോധ പരിപാടികളും രമേശ് ചെന്നിത്തല പങ്കെടുത്തുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കായിരുന്നു, ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ വലിയ ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് തന്നെ 18 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിച്ചത്. മറ്റിടങ്ങളിൽ നിന്ന് 12 കോടി, എല്ലാം കൂടി 30 കോടിയുടെ ലഹരി വസ്തുക്കൾ കേരളത്തിലാകെ പിടിച്ചിട്ടുണ്ട്. 5000-ത്തിലധികം പേർ ജയിലിൽ കിടക്കുന്നു. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും എന്നാണ് പറയുന്നത്. വളരെ സീവിയറായിട്ട് പിടിച്ചിട്ടുള്ളവർക്ക്, അതായത് ഒരുപാട് ലഹരി പദാർത്ഥങ്ങളെ പിടിച്ചിട്ടുള്ളവരെ കാപ്പ കേസിൽ ഉൾപ്പെടുത്തും. കാപ്പ കേസിൽ ഉൾപ്പെടുത്തിയാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ, എളുപ്പത്തിൽ ജാമ്യമൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ വളരെ വലിയ ഒരു ക്യാമ്പയിനാണ് ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നത്. ഇതിനിടയിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ, അടൂർ ഗോപാലകൃഷ്ണൻ സമസ്തയുടെ നേതാവ്, അതുപോലെ തന്നെ പിന്നെ വളരെ പ്രധാന രാജേഷ് ആചാര്യൻ, അങ്ങനെ തുടങ്ങി പ്രമുഖരായിട്ടുള്ള, പിന്നെ വാർത്താ അവതാരകരായിട്ടുള്ള മാധു, പിന്നെ അതുപോലെ മോത്തി, നമ്മുടെ മാതൃഭൂമിയിലെ മോത്തി, അങ്ങനെ ഒത്തിരി ആളുകൾ ഓരോ സ്ഥലത്തു നിന്നും സെലക്റ്റീവായിട്ടുള്ള ആളുകളെ തൂഫാൻ വാരിയർമാരാക്കുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ വലിയ പ്രോജക്റ്റായിട്ടാണ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ 1 മാസമാകുന്നു. ഈ 1 മാസം കഴിയുമ്പോൾ വീണ്ടും വലിയ പൊളിച്ചെഴുത്ത് അതിനകത്ത് വരുന്നു. സമസ്ത ജനവിഭാഗങ്ങളെയും അതിനകത്തേക്ക് ബന്ധിപ്പിക്കുന്ന പുതിയൊരു പ്രോജക്റ്റായിട്ടാണ് അത് വരുന്നത്. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കേരളത്തിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്ന വേരുകൾ അറക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. നാഷണൽ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ ദേശീയതലത്തിൽ 3 വർഷം കൊണ്ട് ലഹരി വിരുദ്ധ ഭാരതം അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ഇന്ത്യ സൃഷ്ടിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, അതിനെല്ലാം ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ അതിൻ്റെ 30-ാം ദിവസത്തിലേക്ക് കടന്ന് 1 മാസം പൂർത്തിയാകുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോടിക്കണക്കിന് രൂപയുടെ അക്രമ വസ്തുക്കളും ലഹരി പദാർത്ഥങ്ങളും പിടിച്ചു. 5000-ത്തോളം പേർ അകത്ത് കിടക്കുന്നു. അപ്പോഴും ലഹരി പദാർത്ഥങ്ങൾ വിവിധ രൂപത്തിൽ കേരളത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടുന്നത്. പല ചാനലുകളിലും അതുപോലെ തന്നെ പത്രങ്ങളിലുമൊക്കെ ഈ വാർത്ത വരുന്നുണ്ട്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ അതിൻ്റെ വലിയ ഒരു ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോവുകയാണ്. കൃത്യമായി ഇപ്പോൾ നടക്കുന്ന ഈ റെയ്ഡിനോടൊപ്പം വലിയ ജനകീയ പ്രചരണ അവബോധ പരിപാടികളും കൂടെ നടക്കട്ടെ. ജനകീയ പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങളും കൈവശം വയ്ക്കുന്നവരെ അകത്തിടാനുള്ള പരിപാടികളും എല്ലാം ചേർത്തുള്ള പുതിയ കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. അതിന് ആബാലവൃദ്ധ ജനങ്ങളും സഹകരിക്കേണ്ടതുണ്ട്. ഒരു വശത്ത് വലിയ പ്രചരണം നടക്കണം, കുട്ടികളെ അടക്കം അതിൽ നിന്ന് പിന്മാറ്റിക്കണം. മറുവശത്ത് ഇത് കൈവശം വച്ചിരിക്കുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും ജയിലിൽ അടയ്ക്കുകയും വേണം. അങ്ങനെയുള്ളൊരു ഇരട്ട തന്ത്രത്തിലൂടെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 30 ദിവസമാകുന്നു.
ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ 30 ദിവസം ചെറിയ കാലയളവല്ല, എന്നാൽ വലിയ കാലയളവുമല്ല, ഒരു ശരാശരി കാലയളവാണ്. ഈ കാലയളവ് കൊണ്ട് തന്നെ കോടികൾ ഇതുമായി ബന്ധപ്പെടുത്തി ചിലവഴിച്ചു. ഇനിയും ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനങ്ങൾ വളരെ വലിയ രീതിയിൽ സംസ്ഥാനത്ത് മുന്നേറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.